എല്ലാവർക്കും നമസ്കാരം. ഇന്നു മുതൽ എല്ലാ സൺഡേസും 8:30-ക്ക് ഇഗ്നൈറ്റിംഗ് മൈൻഡ്സ് എന്നൊരു പ്രോഗ്രാം നമ്മുടെ ഈ ചാനലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഇഗ്നൈറ്റിംഗ് മൈൻഡ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും പാരൻസിനും എല്ലാവർക്കും അത്രയും ഇൻഫോർമേഷൻസും ഇൻസ്പിറേഷനും തരുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ തുടങ്ങുന്നത്. ഇനി ഈ ലോക്ക്ഡൗണിന് തൊട്ട് മുമ്പ് വരെ നമ്മുടെ വൃന്ദയിൽ ധാരാളം പാരൻസിന് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഈ പ്രോഗ്രാം നമ്മളിവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ്. അന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻഫിനിറ്റ് സ്കോളർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും, അതുപോലെ പാരൻസിന് വേണ്ടിയിട്ട് പാരൻറ്റിങ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമും, അതുപോലെ ജനറൽ ആയിട്ട് പാരൻസിനും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമും എല്ലാം നമ്മളന്ന് കണ്ടക്ട് ചെയ്തിരുന്നു. അന്ന് ഇവിടേക്ക് ഒത്തിരി പേര് വന്ന് അവർക്ക് കൗൺസിലിംഗ് എല്ലാം ചെയ്ത് കൊടുത്ത് എല്ലാം നമ്മൾ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഈ സാഹചര്യം മൂലം ഞാൻ ആ പ്രോഗ്രാംസ് എല്ലാം ഇപ്പം ഇതിലൂടെ ഒരു 10-15 മിനിറ്റ്സ് വേണ്ടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്തിനാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എപ്പോഴും വൃന്ദയിൽ കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് വരെ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതുപോലെ തന്നെ പാരൻറ്റിങ് സ്റ്റൈൽ അല്ലെ, പാരൻസിനോട് ഇങ്ങനെ അവരോട് പെരുമാറണം, അല്ലെങ്കിൽ പാരൻസിന് പ്രത്യേകം നമുക്ക് ഇന്നതുപോലെ ചെയ്യണം എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളെയും പാരൻസിനെയും ഇതുപോലെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ഇതെല്ലാം നമുക്കൊരു ചെറിയ കഥയിലൂടെ ഞാൻ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരിടത്തൊരു കർഷകനുണ്ടായിരുന്നു. ആ കർഷകൻ നിത്യം വിറക് ശേഖരിക്കാൻ വേണ്ടി കാട്ടിൽ പോകുമായിരുന്നു. ആ കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. അത് പതിവായിരുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം അദ്ദേഹം കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ പോയി. വിറക് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഭയങ്കര ഇടിയും വെട്ടും കാറ്റും മഴയും എല്ലാം വന്നു. അപ്പം അദ്ദേഹം എന്താ ചെയ്യുക? എവിടെയെങ്കിലും ഒന്ന് നീങ്ങി മാറി നിൽക്കും അല്ലേ? അപ്പം അതുപോലെ തന്നെ വലിയൊരു മരത്തിൻ്റെ ചോട്ടിൽ അദ്ദേഹം മാറി നിന്നു. ആ മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ താഴെ എന്തോ കാറ്റിൽ വീണ് കിടക്കുന്നു അല്ലേ? അദ്ദേഹം അത് കയ്യിലെടുത്ത് പിടിച്ചു. ഒരു മുട്ടയായിരുന്നു. ആ മുട്ടയും കൊണ്ട് വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കോഴിക്കൂട്ടിൽ കുറച്ച് കോഴിമുട്ടകൾ വിരിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോഴിമുട്ടകളുടെ കൂടെ ഈ മുട്ടയും വെച്ചു. അപ്പം തള്ളക്കോഴി ആ മുട്ടയ്ക്ക് അടയിരുന്നു. എല്ലാ മുട്ടകൾക്കും അടയിരിക്കുന്ന പോലെ പതിവായിട്ട് തന്നെ തള്ളക്കോഴി അതിനും അടയിരുന്ന് അങ്ങനെ മുട്ടകളെല്ലാം വിരിഞ്ഞു. കോഴിക്കുഞ്ഞുങ്ങൾ കുറേശ്ശെ പുറത്തേക്ക് വന്നു. കിയോ കിയോ എന്നുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. തള്ളക്കോഴിക്ക് ഭയങ്കര സന്തോഷമായി. തള്ളക്കോഴി എന്ത് ചെയ്യും? ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൊച്ചു കൊച്ചു പുഴുക്കളെയും പ്രാണികളെയും എല്ലാം കൊണ്ടുപോയി കൊടുക്കും. ഇവർ തിന്ന് അവരിങ്ങനെ കുറേശ്ശെ ദിവസങ്ങൾ നീങ്ങുന്തോറും വലുതായി വരികയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളുടെയും കൂട്ടത്തിൽ ഈ ഒരു കുഞ്ഞിന് മാത്രം ഒരു പ്രത്യേകത. എന്താ പ്രത്യേകത? മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യാസം. കളറിലും കൊക്കിലും അതിൻ്റെ രൂപത്തിലും ആകൃതിയിലും പ്രകൃതിയിലും എല്ലാം വ്യത്യാസം. അതിൻ്റെ പെരുമാറ്റത്തിലെല്ലാം വ്യത്യാസം. അപ്പം എന്ത് ചെയ്തു? ഈ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഇവനെ ഒറ്റപ്പെടുത്തി. ഇവൻ ഒറ്റയ്ക്ക് മാറിയിരുന്നു. ഇവരൊക്കെ ഇച്ചിരി വലുതായി, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വലുതായപ്പോൾ ഇത്തിരിയൊക്കെ ചാടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. പക്ഷെ ഇവൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് മാറി ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിൽ മാറി ഒരിടത്തിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിട്ട് അവൻ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ആകാശത്ത് ഭയങ്കര ഉയരത്തിൽ ഒരു പരുന്ത് ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഭയങ്കര ഉയരത്തിൽ അങ്ങനെ പറന്ന് നടക്കുമ്പോൾ അവനിങ്ങനെ ആഗ്രഹിച്ചു, ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ ഒറ്റപ്പെടുത്തിയേക്കല്ലേ, അപ്പം എനിക്ക് ഇവിടെ നിന്ന് ഉയർന്ന് പറന്ന് അങ്ങനെ ഉയരത്തിലേക്ക് പോകാൻ സാധിച്ചെങ്കിലോ എന്ന് അവൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാം. ഒന്ന് ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഞാൻ തിരിച്ച് പിന്നിലേക്ക് പോവുകയാണ്. അതായത് ഈ കർഷകന് ഈ മുട്ട കിട്ടുന്നത് എവിടെ നിന്നാണ്? ഒരു വലിയ മരത്തിന്റെ ചോട്ടിൽ നിന്നല്ലേ? ആ മരത്തിന്റെ മുകളിൽ ഒരു വലിയ കൂടുണ്ടായിരുന്നു. ആ കൂട്ടില് പരുന്ത് മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു. ആ തള്ളപ്പരുന്ത് മുട്ട വിരിയാനിരിക്കുകയായിരുന്നു. ആ വലിയ കാറ്റത്ത് അതിൽ നിന്നും ഒരു മുട്ട താഴേക്ക് വീണതാണ്. കർഷകൻ ഈ മുട്ട വീട്ടിൽ കൊണ്ടുപോയി അത് വെച്ച് അത് വിരിഞ്ഞു അല്ലേ? ആ സമയം ഇവിടെ എന്താ നടക്കുന്നേ? തള്ളപ്പരുന്ത് ഈ മുട്ടകൾക്കെല്ലാം അടയിരിക്കുന്നു. ആ മുട്ടകളെല്ലാം വിരിഞ്ഞു കൊച്ചു പരുന്തുകുഞ്ഞുങ്ങളായി മാറി. ഈ പരുന്തുകുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് തള്ളപ്പരുന്തെ പറന്നകന്നു പോയി കടലിൻ്റെ തീരങ്ങളിലേക്ക്, അവിടേക്കൊക്കെ അകന്നകന്നു പോയിട്ട് വിഷപ്പാമ്പുകളെ പിടിച്ചുകൊണ്ടുവന്ന് ആ പാമ്പിൻ്റെ മാംസം എടുത്തിട്ടാണ് ഈ പരുന്തുകുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. അത് കഴിച്ചിട്ടാണ് ഇവൻ ഇവിടെ വളരുന്നത്. അങ്ങനെ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ഈ തള്ളപ്പരുന്ത് എന്താ ചെയ്യുന്നതെന്നറിയോ? അവിടെ നിൽക്കുന്ന ആ കൂട്ടിലെ സോഫ്റ്റ് ആയിട്ടുള്ള തൂവൽ
കളയും. അങ്ങനെ അടർത്തി കളഞ്ഞു കഴിയുമ്പോൾ മരത്തിന്റെ ചില്ലുകൾ മാത്രമായിട്ട് സ്കെൽറ്റൻ പോലെ, അതായത് കൂടിന്റെ സ്കെൽറ്റൻ ആയിട്ട് മാറി. അപ്പൊ അവർക്ക് ഇരിക്കാൻ സുഖമില്ല അല്ലേ, കാരണം ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്ന ആ പോർഷൻ എല്ലാം എടുത്തു കളഞ്ഞു. അവസാനം ഈ തള്ളപ്പരുന്ത് എന്താ ചെയ്യുന്നത്, ഇതിലൊരു കുഞ്ഞിനെ തട്ടി താഴേക്ക് ഇങ്ങോട്ടിടും. തട്ടി താഴേക്ക് ഇടുമ്പോൾ ചില്ലുകളിൽ പതുക്കെ തട്ടി, അവനറിയാം അവൻ മരിക്കാൻ പോവാന്ന്. അവനെന്താ ഉള്ളിൽ പേടിയാണ്, ഞാൻ താ മരിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ പോവുകയാണെന്നുള്ള പേടിയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ചിറകുകളെ അവൻ പതുക്കെ പതുക്കെ ഉയർത്താൻ ശ്രമിക്കുകയാണ്. ഉയർത്തി പതുക്കെ ഉയരുമ്പോഴേക്കും വീണ്ടും എവിടെയെങ്കിലും തട്ടും. അപ്പൊ തട്ടി വീണ്ടും വീഴുമ്പോൾ വീണ്ടും അവൻ പറന്ന് ഉയരങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവൻ ഉയരങ്ങളിലേക്ക്, അമ്മ പറക്കുന്ന പോലെ ഉയരത്തിലേക്ക് പറന്നങ്ങൾ പോയി അങ്ങെത്തി. ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ വളർന്ന ഈ പരുന്തുകുഞ്ഞ് കാണുന്നത് ആ പറന്നുയർന്ന് തന്റെ സഹോദരനെ തന്നെയാണ് കാണുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, ഈ വളരുന്ന സാഹചര്യമാണ് നമ്മളുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത്. നമുക്ക് ഏത് രീതിയിലേക്ക് ഉയർന്നു പൊങ്ങണം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. ഇപ്പൊ ഈ വളർന്ന പരുന്തൻ കുഞ്ഞ് ഉയർന്നു പൊങ്ങണമോ എന്ന് അവൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ അവൻ ഉയർന്നു പൊങ്ങി ഉയരങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. അപ്പൊ എനിക്ക് പാരൻസിനോടാണ് ആദ്യം പറയാനുള്ളത്, അതായത് നമ്മൾ വളർത്തുന്ന സാഹചര്യം നമ്മുടെ കുട്ടികളിലെ നന്നായി സ്വാധീനിക്കും. അവിടെ തള്ളപ്പരുന്ത് വളർത്തിയ പരുന്ത് കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടു, അതുപോലെ തന്നെ തള്ളക്കോഴി വളർത്തിയ പരുന്ത് കുഞ്ഞിനെ നിങ്ങൾ കണ്ടു. ആ പരുന്ത് കുഞ്ഞിനെ എന്തോരം പറക്കാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേസമയം അവിടുത്തെ ട്രെയിനിങ് എന്തായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി. അവിടുത്തെ ട്രെയിനിങ് 2 തരത്തിലും ട്രെയിനിങ് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ട്രെയിനിങ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് അല്ലേ, ആ സാഹചര്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് ഒരു പരുന്ത് കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യം, അതായത് നമുക്ക് വൈഡ് ഓപ്പണിംഗ് ആണ് നമ്മൾ അവിടെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്. കാരണം അവരെ ശരിക്കും മനസ്സിലാക്കിയിട്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് നമ്മൾ അവിടെ ഒരുക്കി കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ പാരൻസ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ കുട്ടികളോടും പറയാനുണ്ട്, കുട്ടികൾ എന്താ ചെയ്യണ്ടേ, നിങ്ങൾക്ക് പരുന്ത് കുഞ്ഞാവണോ കോഴിക്കുഞ്ഞാവണോ അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കണം. എല്ലാ വളരാനുള്ള സാഹചര്യങ്ങളും പാരൻസ് തന്നിട്ടും, അതായത് എല്ലാവിധ മോട്ടിവേഷനും എല്ലാവിധ ഇൻസ്പിറേഷനും എല്ലാ സാഹചര്യങ്ങളും തന്നിട്ടും നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഇരിക്കുകയാണോ, അപ്പൊ അത് നമ്മളുടെ തെറ്റായിരിക്കും. അപ്പൊ നമ്മൾ അത് മാറ്റിയെടുത്ത് ഏറ്റവും ഉയരങ്ങളിലേക്ക് പറക്കാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ സ്വയം മോട്ടിവേറ്റഡ് ആക്കണം. ഇപ്പൊ ആ പരുന്ത് കുഞ്ഞ് മുകളിലേക്ക് നോക്കി ഡിപ്രഷനായിട്ട് അവിടെ ഇരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളൂ. പക്ഷെ അവനിലേക്ക് ഒരു ഇൻസ്പിറേഷൻ വരണം, എനിക്കും അങ്ങോട്ട് പറന്നുയരണം എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും പറന്നുയരാൻ പറ്റില്ലേ ആ പരുന്ത് കുഞ്ഞിന് ഉയരങ്ങളിലേക്ക് പറക്കാനായിട്ട്. ആ പരുന്ത് കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ആ പരുന്ത് കുഞ്ഞാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് വിചാരിച്ച് നമ്മൾ അതേപോലെ മോട്ടിവേറ്റഡ് ആയിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ സ്റ്റോറി പറയുന്നതിന് മുമ്പ് എന്താണ് നിങ്ങളോട് ചോദിച്ചു വെച്ചിരിക്കുന്നത്, എന്തിനാണ് നമ്മൾ കുട്ടികളെ ഇത്രയ്ക്ക് ശ്രദ്ധിക്കുന്നത്, എന്തിനാണ് പാരന്റിങ് സ്റ്റൈൽ ഇത്രയ്ക്ക് ശ്രദ്ധിക്കുന്നതെന്ന്. അതിന്റെ എല്ലാ ഇമ്പോർട്ടൻസും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ കഥയാണിത്. കുട്ടികളാണ് നമ്മുടെ ഫ്യൂച്ചർ അല്ലെ, അവരാണ് നമ്മുടെ പൗരന്മാർ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് ടൈം മറ്റൊരു സ്റ്റോറിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.